ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈല് എഗ് റോസ്റ്റ് ആണ്. ഇത് നമുക്ക് വീട്ടിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിലേക്ക് ആവശ്യമായ സാധനങ്ങൾ: ഒരു മീഡിയം സൈസ് സവാള ഒരു 5 എണ്ണം എടുത്തിട്ടുണ്ട്, ഒരു തക്കാളി, ആവശ്യത്തിന് കറിവേപ്പില, മല്ലിച്ചപ്പ്, എരിവിന് ആവശ്യമായ പച്ചമുളക്, ഒരു കഷ്ണം ഇഞ്ചി, 2 ഇല്ലി വെളുത്തുള്ളി, എഗ്ഗ്, 2 ടീസ്പൂൺ വെളിച്ചെണ്ണ, 1 ടീസ്പൂൺ മുളക് പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് എഗ്ഗ് ഒന്ന് വേവിച്ചെടുക്കണം. നമുക്കൊരു അടുപ്പിൽ എഗ്ഗ് വേവാൻ വേണ്ടി മാറ്റി വയ്ക്കാം. ഇനി ഇതുപോലെ ഒരു പാൻ ചൂടായതിന് ശേഷം 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി നേരത്തെ ഞാൻ കാണിച്ചു തന്ന സവാള ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കണം, ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് വേഗം വഴന്ന് കിട്ടാൻ ഇതിലോട്ട് നമുക്ക് സാൾട്ട് ചേർത്ത് കൊടുക്കുക. ഇനി ഇതുപോലെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഇതൊന്ന് അല്പനേരം അടച്ച് വെക്കാം. ഇപ്പം നമ്മുടെ എഗ്ഗ് ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. ഇനി ഒരല്പം ഉപ്പ് ചേർത്ത് അതൊന്ന് മാറ്റി വയ്ക്കാം. നമ്മുടെ സവാള വഴന്നു വന്നു. ഇനി ഇതിലോട്ട് തക്കാളി ചേർത്ത് കൊടുക്കുക. ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നേരത്തെ ഞാൻ കാണിച്ച ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് ചെറുതായി ചതച്ചെടുത്തതാണ്, അത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുക. ഇനി പച്ചമുളക് ചേർത്ത് കൊടുക്കുക, കീറിങ്ങാണ്ട് ഇട്ട് കൊടുക്കണം കേട്ടോ. പിന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കുക, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക, 1 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇളക്കണം. അതിനുശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഒരല്പനേരം ഇളക്കി വേവിക്കുക. ഇപ്പം നമ്മുടെ റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ അല്പം മല്ലിച്ചപ്പ് വിതറി കൊടുക്കുക. നമ്മുടെ എഗ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.